എല്ലാവർക്കും നമസ്കാരം. എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടെയുള്ള യുവതലമുറ മുഴുവൻ നാട് വിട്ട് ഓടുന്നത്? ഒരുപാട് ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യമാണ്. നമ്മളും പലതവണ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് കേരളം അത്യാവശ്യം നന്നായി ഡെവലപ്ഡ് ആയാലും ഒക്കെ, അല്ലെങ്കിൽ ഒരു ഡെവലപ്ഡ് കേരളം സംഭവിച്ചാലും ഒക്കെ ഇവിടെ നിന്ന് പിള്ളേർ പോകാൻ തന്നെയാണ് സാധ്യത. കാരണം ഇവിടുത്തെ അടിസ്ഥാന സൗകര്യമില്ലായ്മയും ശുചിത്വമില്ലായ്മയും കെടുകാര്യസ്ഥതയും ഒന്നും മാത്രമൊന്നുമല്ല ഇവിടെ നിന്ന് ആളുകൾ പോകാനുള്ള ഒന്നാമത്തെ കാരണം. അതിവിടെയുള്ള മനുഷ്യരുടെ മെൻറ്റാലിറ്റി ശരിയല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു പ്രായം കഴിഞ്ഞവരുടെ, അത്യാവശ്യം മുതിർന്നവരുടെ 100 കൂട്ടം ചോദ്യങ്ങളാണ്. ഒരാളുടെ സ്വകാര്യതയെ, അയാളുടെ വ്യക്തി ജീവിതത്തെ മാനിക്കാത്ത 100 കൂട്ടം ചോദ്യങ്ങൾ. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ഏത് കോഴ്സാണ് എടുത്തിരിക്കുന്നത്? ഇതെടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് പഠിച്ചാൽ ജോലി കിട്ടുമോ? ഇപ്പം എന്ത് കിട്ടുന്നുണ്ട്? ഇതുകൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ? കല്യാണമായില്ലേ? എന്തുകൊണ്ടാണ് ആവാത്തത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുട്ടികളായില്ലേ? ഡോക്ടറിൻ്റെ നമ്പർ വേണോ? ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യനെ ഒരു തരത്തിലും, വെറുതെ ഒരാളൊന്ന് കടയിലോട്ട് പോവുകയാണെങ്കിൽ എന്തിനു പോകുന്നു, എവിടെ പോകുന്നു, ഇതൊരു പെൺകുട്ടിയും കൂടെ ആണെങ്കിൽ പറയും കൂടെ വേണ്ട. ആണുങ്ങൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ഒരു പെൺകുട്ടിക്ക് എത്രമാത്രം സ്വാതന്ത്ര്യം ഈ സമൂഹത്തിൽ ലഭിക്കുന്നുണ്ട്? കേരളത്തിലെ പൊതുവായ ആളുകൾ, അതായത് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്ന ഈ ഒരു പ്രവണത കൊണ്ടാണ് കൂടുതലും കുട്ടികൾ പുറത്തേക്ക് പോകുന്നത്. ഈ ചോദിക്കുന്നവർക്ക് അറിയേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ഇവൻ രക്ഷപ്പെട്ടോ അതോ ഞങ്ങളെപ്പോലെ തന്നെ വെറുതെ ഇങ്ങനെ തോറ്റ് പരാജയപ്പെട്ട് നിൽക്കുകയാണോ? അതായത് ഞങ്ങളോ ഇങ്ങനെയായി പോയി, മറ്റവനും രക്ഷപ്പെടരുത് എന്നുള്ളൊരു ചിന്തയാണ്, അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷനാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയാം. നമ്മുടെ ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല റോഡുകളും സൗകര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്, മാറ്റങ്ങളില്ല എന്നല്ല പറയുന്നത്. പക്ഷേ വെറുതെ ഒന്ന് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ദിവസം ഫ്രീ ആയിട്ട് നിങ്ങൾ ഒരു ഷോപ്പിംഗ് മാളിലോ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് സ്ഥലത്തോ ഒക്കെ പോകാമെന്ന് തീരുമാനിച്ചാൽ പോലും റോഡിലെ ബ്ലോക്ക്, ആളുകളുടെ മര്യാദ ഇല്ലാത്ത ഡ്രൈവിങ്, ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഈ നാട് വിട്ട് ഓടിയേക്കാം എന്ന് തീരുമാനിക്കുന്നവരാണ്. അതായത് വിനോദത്തിന് നമ്മൾ മാറ്റിവെക്കുന്ന ഒരു ദിവസം പോലും നമ്മുടെ മനസ്സിലേക്ക് ടെൻഷനും അല്ലെങ്കിൽ വളരെ സ്ട്രെസ്സും ഒക്കെ കൊണ്ടുവരുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് ഇവിടെയുള്ളത്. ഉദാഹരണത്തിന് ഒരു ഗായകനോ ഒരു നടനോ ഒരു രാഷ്ട്രീയക്കാരനോ ഒക്കെ ഏതെങ്കിലും ഒരു പെണ്ണ് കേസിലോ ഒക്കെ ഉൾപ്പെട്ടാൽ അവിടെ എന്ത് നടന്നു എന്നറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ പുറകെയാണ് കേരള സമൂഹം മുഴുവൻ. മീഡിയകളിൽ അത് വാർത്ത കൊടുത്താൽ വലിയ റീച്ചാണ് കിട്ടുക. അതുകൊണ്ട് ആളുകൾ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലുമൊക്കെ പാലങ്ങൾ പണിയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി, ഇതിൻ്റെ പണി കഴിയുന്നില്ല, റോഡ് ഇങ്ങനെ കിടക്കുന്നു, വഴിയിലേക്ക് വേസ്റ്റ് തള്ളുന്നു, അല്ലെങ്കിൽ ഇതിനൊക്കെ എന്താണ് പരിഹാരം? ഇതിനെക്കുറിച്ചൊക്കെ മീഡിയകൾ കവറേജ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതൊന്നും ആർക്കും അറിയണ്ട, അതൊന്നും ആർക്കും ഇൻട്രസ്റ്റ് ഉള്ള വിഷയമല്ല. നേരെ മറിച്ച് ഏതെങ്കിലും ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ അത് അവരെ ബാധിക്കേണ്ട കാര്യമാണ്. കേസും നിയമവും ഒക്കെ അതിൻ്റെ വഴിയെ നടന്നോളും. അതിനൊരു ബേസിക് പിന്തുണ ജനസമൂഹം കൊടുക്കേണ്ടതുണ്ടാവും, ആരുടെ ഭാഗത്താണ് ന്യായം എന്നൊക്കെ നോക്കിയിട്ട്. പക്ഷേ ഇവിടെയുള്ള മലയാളികൾക്ക് ഇതൊക്കെ മതി. പണ്ടൊക്കെ ആളുകൾ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരുന്നത് പണം ഉണ്ടാക്കുക എന്നുള്ളൊരു പ്രധാന ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. എന്നാൽ ഇന്ന് നമ്മൾ അതല്ല കാണുന്നത്. മെച്ചപ്പെട്ട ജീവിത നിലവാരം, അല്ലെങ്കിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും നല്ലൊരു രാജ്യത്ത് ജീവിക്കുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് പലരും ഇന്ന് നാടുവിടുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ എഡ്യൂക്കേഷനും കരിയറും ഒക്കെ മറ്റ് നാടുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്ന പ്രവണത കൂടി വരുമ്പോൾ നമ്മുടെ പണത്തിൻ്റെ കാര്യത്തിലും മാറ്റം ഉണ്ടാകേണ്ടതല്ലേ? ഇപ്പോൾ ഡോളറിനെ അപേക്ഷിച്ച് ഇന്ത്യൻ രൂപയുടെ മൂല്യം വളരെ വേഗത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾക്കൊക്കെ പെട്ടെന്ന് ഇതൊരു സന്തോഷ വാർത്തയായിട്ട് തോന്നാം. പക്ഷേ നിങ്ങളുടെ നാട്ടിലുള്ള രൂപയിലുള്ള നിക്ഷേപങ്ങളുടെ എല്ലാം മൂല്യം, ഭൂമിയുടേതടക്കം ഇതോടൊപ്പം കുറയുകയാണ്. അതായത് പ്രവാസികൾ അവരുടെ പണം രൂപയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നാൽ ഭാവിയിൽ ഒരുപക്ഷെ വലിയ നഷ്ടം സംഭവിക്കാം. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഡോളറിൽ നിക്ഷേപങ്ങൾ നടത്തുന്നതും വളരെ നല്ലതാണ്. അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡൈവേഴ്സിഫിക്കേഷൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് ഇപ്പോൾ സ്റ്റാർ യൂണിയൻ ഡായിച്ചി ലൈഫ് നല്ലൊരു അവസരവുമായി എത്തിയിട്ടുണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ജപ്പാന്റെ ഡായിച്ചി ലൈഫ് ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് LLC എന്ന 3 സ്ഥാപനങ്ങളും ചേർന്നുള്ള സംരംഭമാണ് സ്റ്റാർ യൂണിയൻ ഡായിച്ചി ലൈഫ് ഇൻഷുറൻസ്. അവരുടെ ഗിഫ്റ്റ് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി മാക്സിമൈസർ ഫണ്ട് എന്ന NFO ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ ഈ വരുന്ന ഡിസംബർ 22-ാം തീയതി വരെ മാത്രമേ നമുക്ക് ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതിനുവേണ്ടിയുള്ള ലിങ്കും കാര്യങ്ങളും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം അന്താരാഷ്ട്ര മാർക്കറ്റുകൾ നന്നായി പെർഫോം ചെയ്യുമ്പോൾ ഓഹരികളിലും, സ്വർണം, വെള്ളി, കോപ്പർ, ഓയിൽ എന്നിവയുടെ വില വർദ്ധിക്കുമ്പോൾ അവയിലും, മാർക്കറ്റ് ഡൗൺ
എന്തായാൽ ഡെറ്റിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇത് റിസ്ക് പരമാവധി കുറയ്ക്കാൻ കാരണമാകും. നിങ്ങൾക്ക് ഈ NFOയിൽ എത്ര വലിയ തുക വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. NAV $10 ആണ്. നമുക്ക് ഡോളറിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ഡോളറിൽ തന്നെ ലാഭം ഉണ്ടാക്കാം. ഇന്ത്യൻ രൂപയുടെ ഏറ്റക്കുറച്ചിലുകൾ നിങ്ങളെ ബാധിക്കുമോ എന്നുള്ള പേടി വേണ്ട. പിന്നെ നിങ്ങൾ മാസം ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയുടെ 120 മടങ്ങ് വരുന്ന ലൈഫ് കവറും ഇതോടൊപ്പം ലഭിക്കും. ഇനി എത്ര വലിയ തുക ഇൻവെസ്റ്റ് ചെയ്താലും കിട്ടുന്ന ലാഭത്തിന് ഒരു വിധത്തിലുള്ള ടാക്സും ഉണ്ടായിരിക്കുന്നതല്ല. പക്ഷേ ഈ വരുന്ന ഡിസംബർ 22-ാം തീയതി വരെ മാത്രമേ നമുക്ക് ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുള്ളൂ. അതായത് ഇനി വെറും 4 ദിവസങ്ങൾ കൂടി മാത്രം. ഇതിനുവേണ്ടിയുള്ള ലിങ്കും കാര്യങ്ങളും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. അവിടെ മലയാളത്തിൽ തന്നെ കസ്റ്റമർ കെയർ സപ്പോർട്ടും നമുക്ക് ലഭിക്കും. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യുവാക്കളെ കുട്ടികളായിട്ട് പിള്ളേരായിട്ട് കാണുന്നവരാണ് ഇന്നും കേരളത്തിലെ സമൂഹം. ഒരു കൗമാരപ്രായത്തിലെത്തിയവരെ പോട്ടെ, ഒരു കോളേജിൽ പഠിക്കുന്ന യുവാക്കളെ പോലും ഈ പ്രായത്തിൽ അവർക്ക് എന്തൊക്കെയാണ് തോന്നുക, അല്ലെങ്കിൽ അവരൊന്ന് പ്രണയിക്കുന്നതിന് എന്താണ് തെറ്റ്, ഇതൊന്നും ചിന്തിക്കാതെ എവിടെയെങ്കിലും ഒരു യുവാവും യുവതിയും ഒരുമിച്ച് ഒരിടത്തിരുന്ന് വർത്താനം പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെ എന്താണ് പരിപാടി എന്ന് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്ന വയസ്സ് ചെന്ന ഒരു സമൂഹമുള്ള ഈ നാട്ടില് ഏത് മനുഷ്യനാണ് ആത്മാഭിമാനമുള്ളവന് ഇവിടെ ജീവിക്കാൻ തോന്നുക? പറ്റുമെങ്കിൽ അവൻ നാട് വിട്ടു പോകുമെന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ കാരണം. അല്ലാതെ ഇവിടെ ജീവിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല. കേരളം ഇന്ത്യയിലെ ഏറ്റവും ഭേദപ്പെട്ട ഒരു സംസ്ഥാനം തന്നെയാണ് പല കാരണങ്ങൾ കൊണ്ടും. എന്നിട്ടും ഈ കേരളം വിട്ട് ആളുകൾ ഓടുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ. അതായത് ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവരോട് തിരിച്ചു ചോദിക്കുക, അല്ലെങ്കിൽ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ പരിഹാരം. എല്ലാവർക്കും ഒന്ന് സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് പിള്ളേർ തീരുമാനിക്കുന്നു +2 ഒന്ന് കഴിയാൻ അവർ നോക്കിയിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും വിദേശത്ത് പോയി സെറ്റിൽഡ് ആവുക. കാരണം ആ രാജ്യങ്ങൾ എന്താണോ ഓഫർ ചെയ്യുന്നത്. അവിടെ പലരും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ യൂറോപ്പിലേക്കൊക്കെ പോകാൻ വലിയ താല്പര്യമാണ്. അവിടെ അവർക്ക് അഴിഞ്ഞാടി നടക്കാം. അഴിഞ്ഞാടി നടക്കുന്നൊന്നുമല്ല. അവർക്ക് ലഭിക്കേണ്ട മാന്യമായ ഒരു പ്രൈവസി, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് നടക്കാനുള്ള സ്വാതന്ത്ര്യം അത് അവിടെ കിട്ടുന്നുണ്ട്. നാട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കാൻ പോയിട്ട് പ്രണയിക്കാൻ പോലും ഇവിടെയുള്ള ഭൂരിഭാഗം പേരൻസ് സമ്മതിക്കില്ല. അതായത് വീട്ടുകാർ തന്നെ കെട്ടിക്കുന്നു, വീട്ടുകാർ തന്നെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നു, വീട്ടുകാർ തന്നെ പഠിപ്പിക്കുന്നു, വീട്ടുകാർ തന്നെ കെട്ടിക്കുന്നു. പിന്നീട് എന്തെങ്കിലും ഉണ്ടായാലും അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളാൻ പറയുന്നു. നേരെ മറിച്ച് ഇവരൊന്ന് പുറത്തേക്ക് പോയാലോ, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെ ഈ പേരൻസ് തന്നെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ നിർബന്ധിതരാവുകയാണ്. വേറെ വഴിയൊന്നുമില്ല. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഓവർ കെയറിംഗ് ആണ്. എന്തിനും അവർക്ക് കൂട്ടുപോവുക, എന്തിനും അവരുടെ കൂടെ ആള് പോവുക. ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോൾ തന്നെ അവർക്ക് തോന്നുന്നത് ഞാൻ എന്തോ കുറവുള്ള ഒരാളാണ്, ഒരു പെണ്ണായിരിക്കുന്നതിൽ. എനിക്ക് എപ്പോഴും ഒരാളുടെ ഹെൽപ്പ് വേണം, എനിക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയാണ് ഇവിടെ വളർത്തിക്കൊണ്ട് വരുന്നത്. നേരെ മറിച്ച് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ലേഡി ആണെങ്കിലും അവർ സ്വന്തം നിലയ്ക്ക് പല കാര്യങ്ങളും ചെയ്യാൻ നിർബന്ധിതരാവുകയാണ്. ആദ്യമൊക്കെ അവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. പതുക്കെ അവർ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുകയാണ്. ആണുങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്കും ഒരു ഐഡന്റിറ്റി ഉണ്ട്, ഞങ്ങൾക്കും പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള തിരിച്ചറിവ് വന്ന് ഒരു തുല്യതയിലാണ് പിന്നെ അവരവിടെ ജീവിക്കുക. ഇതാണ് സത്യം. ഈ സ്വാതന്ത്ര്യമാണ് ഇവിടെയും അവർ ആഗ്രഹിക്കുന്നത്. ഇത് പെൺകുട്ടികളുടെ മാത്രം കാര്യമല്ല. ഇവിടെ ഉള്ളതുപോലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ അനാവശ്യമായിട്ടുള്ള 100 ചോദ്യങ്ങളുമായിട്ട് വന്ന് ബുദ്ധിമുട്ടിക്കുന്ന, ഒരു ബസ്സിലോ ട്രെയിനിലോ കയറിയാൽ പോലും ആരെയൊക്കെ പേടിക്കണം ഇവിടെ. അത്യാവശ്യം കാണാൻ കൊള്ളുന്ന ഒരു പെൺകുട്ടിക്ക് ഇന്ന് വഴിയെ നടക്കുന്നത് പോലും കേരളത്തിൽ എത്രയോ ബുദ്ധിമുട്ടാണ്. അതായത് അപ്പൂപ്പന്മാരുടെ പ്രായമുള്ളവർ വരെ തുറിച്ചു നോട്ടമാണ് ഇവരെയൊന്നും കാണാത്തതുപോലെ. ഇത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള മുതിർന്ന തലമുറയൊക്കെ ചെറുപ്പം മുതലേ പണ്ട് മുതലേ കേരളത്തിൽ അനുഭവിച്ച് പോന്നിരുന്ന അവരുടെ ലൈംഗിക ദാരിദ്ര്യം, അല്ലെങ്കിൽ അവരുടെ ജീവിതം അവർ ഉദ്ദേശിച്ച പോലെ ഒന്നും കളർഫുൾ ആയിട്ടില്ല, അതിൻ്റെ ഫ്രസ്ട്രേഷൻ, ഇതൊക്കെയാണ് പുതിയ തലമുറയിൽ അവർ തീർക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സാമ്പത്തികമാണ്. നമ്മുടെ നാട്ടിൽ ഒരു നല്ല കോഴ്സ് പഠിക്കണമെങ്കിൽ തന്നെ എത്ര ലക്ഷം രൂപ ചെലവുണ്ട്. ഇത്രയും ലക്ഷം രൂപ മുടക്കി കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവർക്കിവിടെ എന്താണ് കിട്ടുക? അവരുടെ എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കാനുള്ള പണം പോലും ഇവിടെ ജോലി ചെയ്താൽ അവർക്ക് കിട്ടില്ല. നേഴ്സിംഗ് പോലെയുള്ള കാര്യങ്ങൾ വിട്ടേക്കുക, എഞ്ചിനീയറിംഗ് കോഴ്സ് ആണെങ്കിലും അങ്ങനെ ഏത് തരം കോഴ്സുകളും എടുത്തു നോക്കുക. പഠിക്കുക, എങ്ങനെയെങ്കിലും വിദേശത്ത് ജോലി മേടിക്കുക. ഗൾഫിലോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ അമേരിക്കയിലോ ഒക്കെ പോയാലേ രക്ഷപ്പെടൂ എന്നുള്ളൊരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. എന്നാൽ കിട്ടുന്ന സാലറിയുടെ കാര്യം മാത്രമല്ല, ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് നമ്മളൊക്കെ കേട്ട് മാത്രം പരിചയമുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ കേരളത്തിലൊക്കെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതായത് പണിയെടുത്ത് ചാവാൻ വേണ്ടി മാത്രമാണ് ജീവിതം എന്നുള്ളൊരു ചിന്തയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ജർമ്മനി പോലെയുള്ള രാജ്യം എടുക്കുക. അവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഞായറാഴ്ചകളിൽ ഒഴിവ് ദിവസങ്ങളിൽ നിങ്ങളൊരു ഷോപ്പിങ്ങിന് പോയേക്കാം എന്ന് കരുതിയാൽ സൺഡേ ഒന്നും കടകൾ പോലും തുറന്നിട്ടുണ്ടാവില്ല. വളരെ അപൂർവമായിട്ട് ചില കടകൾ തുറന്നേക്കും. കാരണം എന്താണ്? അവിടെ സാധനങ്ങൾ എടുത്തു തരുന്ന ആൾ പോലും അന്ന് അവധിയാണ്, വീട്ടിലിരുന്നേക്കാം എന്നുള്ളൊരു ചിന്തയാണ്. നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ ഏത് പാതിരാത്രിക്കും ഏത് ഒഴിവ് ദിവസവും ഒക്കെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, അവിടെയൊക്കെ ജോലിക്കാരുണ്ട്.
കാരണം അതുപോലെ പണിയെടുക്കാൻ ആളുണ്ട്. നേരെ മറിച്ച് മറ്റ് രാജ്യങ്ങളിൽ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വലിയ ജോലിയെന്നോ ചെറിയ ജോലിയെന്നോ ഒന്നുമില്ല. ജോലി ചെയ്യേണ്ട സമയത്ത് മാത്രം ജോലി ചെയ്യുക, ജീവിതകാലം മുഴുവൻ പണിയെടുക്കുക എന്നുള്ളതല്ല. ഏത് ജോലി ചെയ്താലും ഒരു മിനിമം വേതനം ലഭിക്കും. വലിയ ജോലി, ചെറിയ ജോലി, അല്ലെങ്കിൽ ഇവൻ ഓഫീസർ, ബോസ്, ഞാൻ സാധാരണ ഒരു ജോലിക്കാരൻ, ഇങ്ങനെയുള്ള തരംതിരിവില്ല. ഗവൺമെന്റ് ജോലിയാണെങ്കിൽ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കൂ എന്നുള്ള വാശിയില്ല, ടെൻഷൻ ഇല്ല, സ്ട്രെസ് ഇല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് വളരെ സാലറി ഉള്ള ഒരാളാണെങ്കിലും, അതായത് കേരളത്തിൽ തന്നെ പഠിച്ച് വലിയ കോർപ്പറേറ്റുകളിലും ഒക്കെ പ്രൈവറ്റ് ജോലികളാണെങ്കിലും ഒക്കെ സുഖമായി ഒരുപാട് സാലറി കിട്ടുന്ന ഒത്തിരി ജോലികളുണ്ട്. പക്ഷെ അവരൊക്കെ അനുഭവിക്കുന്ന സ്ട്രെസ് എന്താണ്? ഒരു സി എക്കാരി പോലും ഒരിടയ്ക്ക് ആത്മഹത്യ ചെയ്ത വാർത്തകളും ഒക്കെ നമ്മൾ വായിച്ചതാണ്. അതായത് അവരനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം, അല്ലെങ്കിൽ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടി, പുതിയ പിള്ളേരെയൊക്കെ പിഴിഞ്ഞെടുക്കുക. അത് ബാങ്കിങ് മേഖലയിലാണെങ്കിലും ന്യൂ ജനറേഷൻ ബാങ്കുകളൊക്കെ ആണെങ്കിലും പറയുകയും കൂടെ വേണ്ട. ഇങ്ങനെ അടിമപ്പണി എടുപ്പിക്കുന്ന ഒരു സംസ്കാരം. പല വലിയ സിഇഒമാരും ഒക്കെ വിവാദപരമായ പല പരാമർശങ്ങളും നടത്തുന്നു. അതായത് ശനിയാഴ്ച പോലും അല്ലെങ്കിൽ ഞായറാഴ്ച പോലും നിങ്ങൾ അവധി എടുക്കരുത്, എല്ലാ ദിവസവും പണിയെടുത്തോളണം, ഉറക്കം പോലും കുറയ്ക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ ഇവിടെ പലരും പറയുമ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണ്? നിങ്ങളവിടെ ജോലി ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നേഴ്സുമാരൊക്കെ അവിടെ ജോലി ചെയ്യുന്നവരോട് വെറുതെ ചോദിച്ചു നോക്കുക, ഗൾഫിൽ ജോലി ചെയ്യുന്നതും അല്ലെങ്കിൽ ഇന്ത്യയിൽ ജോലി ചെയ്തിട്ടുള്ളതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യൂറോപ്പിലൊക്കെ എങ്ങനെയാണ് എന്നുള്ളത്. അവിടെ ജോലി ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് മാത്രമേ തോന്നുകയുള്ളൂ. നമ്മൾ മനുഷ്യർ എത്ര വർഷം ജീവിക്കും? അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എത്ര വയസ്സായെന്ന് ചിന്തിക്കുക. ഇത്രയും വർഷം നിങ്ങൾ ജീവിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെയല്ലേ തോന്നുക? പെട്ടെന്ന് തന്നെ ജീവിതം കഴിഞ്ഞു പോകും. ആ ജീവിതം അത്യാവശ്യം സ്ട്രെസ് ഫ്രീ ആയിട്ട് ജീവിക്കുക എന്നുള്ളതെങ്കിലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ നാട്ടിലാണെങ്കിലോ, നമ്മളൊന്ന് വാഹനവുമായിട്ട് പുറത്തിറങ്ങിയാൽ നമുക്ക് ടെൻഷനാണ് വരുന്നത്. സമാധാനത്തോടെ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുമോ നമ്മുടെ നാട്ടിൽ? അവിടെ പോലും ടെൻഷനാണ് നമുക്ക്. അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വേറെയും. ഇത്രമാത്രം ട്രാഫിക് ബ്ലോക്കുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഒട്ടും തന്നെ ഇല്ല. ഇവിടെ വരുന്ന മാറ്റങ്ങളൊക്കെ മാറ്റങ്ങളാണ്. പക്ഷെ ലോകം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുകൂടെ മനസ്സിലാക്കണം. നാട്ടിൽ എങ്ങനെയാണ്? ഒരുത്തന് എല്ലാ ദിവസവും ജോലിക്ക് പോയാലും വലിയ സന്തോഷമാണ്. പക്ഷേ അവൻ ആ കാശ് കൊണ്ടൊന്നൊരു ട്രിപ്പിന് പോയാലോ, അവൻ ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താലോ ഒക്കെ കുറ്റം പറയാനായിട്ട് അവൻ ധൂർത്തനാണ്, അല്ലെങ്കിൽ അവൻ പിശുക്കനാണ്. ഇങ്ങനെയൊക്കെയുള്ള അലിഖിതമായ ഒരുപാട് നിയമങ്ങൾ. അതായത് എന്തിനും ഏതും ചെയ്യാനായിട്ട് നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾ പലരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നാട്ടിൻപുറങ്ങളിലെ നന്മ എന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലൊക്കെ ഗ്രാമങ്ങളിലാണ് ഏറ്റവും മോശം ആളുകളുള്ളത്. നിങ്ങളൊരു സിറ്റിയിൽ പോയി ജീവിച്ചേ, അല്ലെങ്കിൽ അവിടെ ഒരു ഫ്ലാറ്റ് സംസ്കാരത്തിൽ ജീവിച്ചേ, നിങ്ങളുടെ പ്രൈവസിയിൽ ഒരു പരിധി വരെ ആളുകൾ ഇടപെടില്ല. അല്ലെങ്കിൽ എല്ലാവരും തന്നെ ജോലി ഉണ്ടാവും, അവർ അതിൻ്റെ പുറകെ പോവുകയായിരിക്കും. ഒരു നാട്ടിൻപുറത്താണെങ്കിലോ, അവിടെ ഒരാൾ പുതിയതായിട്ട് വന്നാൽ പിന്നെ അവൻ്റെ ജാതകവും ചരിത്രവും എല്ലാം അറിയണം. പ്രത്യേകിച്ച് ഒരു പെണ്ണാണെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നാട്ടുകാരെന്തിനാണ് അറിയുന്നത്? ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇന്ന് ക്ലാസ്സിൽ പോയോ ഇല്ലയോ എന്ന് ചോദിക്കാനായിട്ട് കവലയിലുള്ള ഏതെങ്കിലും നാട്ടുകാരോട് ചോദിച്ചാൽ മതി. ഇതൊക്കെ നല്ല ഉദ്ദേശത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന ആളുകൾ ഉണ്ടാവും, 1% പോലും ഇല്ല. അതാണ് സത്യം. ഞരമ്പുകളുടെ നാടാണ് കേരളം. ലോകത്ത് ഏറ്റവും അധികം ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത്. അന്യന്റെ സ്വകാര്യതയിലേക്ക്, പ്രൈവസിയിലേക്ക് എത്തി നോക്കുക. എൻ്റെ ജീവിതമോ പരാജയമായി പോയി, മറ്റേയാളെയും സന്തോഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള പിടിവാശിയാണ് ഇവിടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് നിൽക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും ഉള്ളത്. എന്നാൽ ഈ പുതിയ തലമുറയിൽ എത്രയോ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഈ ജെൻസി എന്ന് പറയുന്നവരെയൊക്കെ കുറ്റം പറയുന്നു. പൊതുവഴിയിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നവരിൽ അവർ ഒരുപാട് കുറവാണ്. പഴയ ആളുകളെ പോലെ അത്രയൊന്നും അവർ ചെയ്യുന്നില്ല. അവരിൽ മാറ്റങ്ങളുണ്ട്. പഴയ ആളുകളെ പോലെ മറ്റുള്ളവരോട് 100 കൂട്ടം ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് നടക്കുന്ന ശീലങ്ങളൊന്നും പുതിയ പിള്ളേർക്കില്ല. അതായത് എന്തൊക്കെ കുറ്റം പറഞ്ഞാലും പുതിയ തലമുറയിൽ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളെന്നാലും പറഞ്ഞുകൊണ്ടിരിക്കും പഴയതാണ് നല്ലത്. ഈ പഴമക്കാരുടെ നന്മ കൊണ്ടാണ് ഇവിടെയുള്ള പിള്ളേർ മുഴുവൻ കയറിപ്പോകുന്നത്. അവരെ കയറ്റി വിടുന്നതാണ്. അതാണ് സത്യം. യൂറോപ്പിലേക്കൊക്കെ പോയാൽ അവിടെ വേർതിരിവാണ്, തരംതിരിവാണ് എന്ന് പറയുന്നവർ ഒന്ന് മനസ്സിലാക്കുക. ജാതി നോക്കിയുള്ള മാട്രിമണി സൈറ്റുകളാണ് കേരളത്തിലുള്ളത്. വേറൊരു ജാതിയിൽപ്പെട്ടവനെ വിവാഹം കഴിക്കാൻ ഇവിടെ എത്ര പേർക്ക് സാധിക്കും? ഒരുത്തൻ്റെ കഴിവ് മാത്രമല്ല, പണം മാത്രമല്ല, അവൻ ജനിച്ചത് ഏത് ജാതിയാണ്, അവൻ ഏത് നിറമാണ് എന്ന് പോലും നോക്കിയിട്ട് വേർതിരിവോടെ കാണുന്നവരാണ് കേരള സമൂഹം എന്നിരിക്കെ, യൂറോപ്പ് പോലെയുള്ള രാജ്യത്തേക്ക് നമ്മുടെ ഇവിടെ നിന്ന് ഒരാൾ കയറി പോകുമ്പോൾ അവരവിടെ വിവേചനം നേരിടുന്നു എന്നുള്ളത് വലിയൊരു സംഭവമായിട്ട് പറയുന്നത്, ഇതൊക്കെ പറയുന്നവരെ സമ്മതിക്കണം. അതാണ്. നാട്ടിൽ നിന്ന് ഇനി ഒരുത്തൻ ജീവിതകാലം മുഴുവൻ ജീവിച്ചാലും പിന്നീട് എന്താണ്? ഈ പറയുന്നത് പോലെ മക്കളുടെ ഔദാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവസാന കാലത്ത് അവർ വെച്ച് നീട്ടുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിനും ആഹാരത്തിനും ഒക്കെ വേണ്ടിയിട്ട്
ജീവിക്കുന്ന വലിയൊരു വൃദ്ധ സമൂഹമാണ് ഇവിടെ ഉള്ളത്. നേരെ മറിച്ച് നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെയാണ് പോകുന്നതെങ്കിലോ നിങ്ങൾ സമ്പാദിക്കുന്നതിന്റെ നല്ലൊരു ഭാഗവും അവിടെ ടാക്സ് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വയ്യാതാകുന്ന ഒരു കാലം വരുമ്പോൾ, നിങ്ങളുടെ ആരോഗ്യം നശിക്കുന്ന ഒരു കാലം വരുമ്പോൾ നിങ്ങളെ കെയർ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ പണമൊക്കെ പിടിക്കുന്നത്. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പ്രവാസികൾക്കായുള്ള നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ മാസം 22-ാം തീയതി വരെ മാത്രമാണ് ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുണ്ടായിരിക്കുക. ഇനി വെറും 4 ദിവസങ്ങൾ കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. പ്രവാസികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും, വിമർശനങ്ങളും, നിർദ്ദേശങ്ങളും, സംശയങ്ങളും ഒക്കെ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.